മുത്തങ്ങ വെടിവെപ്പ് അന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആരും ആഗ്രഹിച്ചതല്ലെന്നും CK ജാനുവിനെ UDF ചേർത്തുപിടിക്കുമെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് കൊച്ചിയിൽ ചേർന്ന UDF യോഗത്തിന് ശേഷമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. യോഗത്തിൽ PV അൻവറിനെയും CK ജാനുവിനെയും വിഷ്ണുപുരം ചന്ദ്രശേഖരനെയും മുന്നണിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനമെടുത്തിരുന്നു. 3 പാർട്ടികളും ഒരു വ്യവസ്ഥയും മുന്നോട്ട് വെച്ചിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു. ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയുടെ ഭാഗമാക്കുമോ എന്ന ചോദ്യത്തിന് ഒരു പാർട്ടിയുമായും ഇപ്പോൾ ചർച്ച നടത്തുന്നില്ലെന്നായിരുന്നു മറുപടി. ഇങ്ങോട്ട് സമീപിച്ചവരെയാണ് നിലവിൽ ഉൾപ്പെടുത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുന്നണി വിട്ടവരെ തിരിച്ചെത്തിക്കുന്നത് ചർച്ചയിലില്ലെന്നും അതിന്റെ അർത്ഥം വാതിലുകൾ അടച്ചതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. CPM-ഉമായോ BJP-യുമായോ പ്രാദേശിക സഖ്യം പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തോൽവി മറയ്ക്കാൻ ബോംബും വാളുമായി CPM അക്രമം നടത്തുന്നു. കേരളം ഈ അക്രമം തിരിച്ചറിയും. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. പാർട്ടികളെ മാത്രം ചേർത്തല്ല UDF അടിത്തറ വിപുലീകരിക്കുന്നത്. വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം സൃഷ്ടിക്കാനാണ് UDF നീക്കം. CPM BJP പാർട്ടികളുമായി പ്രാദേശിക തലത്തിൽ ഒരു തരത്തിലും സഹകരിക്കില്ല, വി ഡി സതീശൻ പറഞ്ഞു. 3ാം പിണറായി സർക്കാർ വരില്ലെന്നും 100 സീറ്റ് UDF നേടുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. തോറ്റെന്ന് ഇതുവരെ LDF മനസ്സിലാക്കിയിട്ടില്ല, തോറ്റിട്ടില്ല എന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരുത്തലിന് LDF തയ്യാറല്ല. തിരുത്താതെ ഇങ്ങനെ തന്നെ പോയാൽ മതി, എല്ലാം പൂർണ്ണമാകും. UDF-ന് ഭൂരിപക്ഷമോ പ്രീണനമോ ന്യൂനപക്ഷ പ്രീണനമോ ഇല്ല. മുനമ്പത്തും പള്ളുരുത്തിയിലുമൊക്കെ UDF സ്വീകരിച്ച നയം ഇതാണ്. UDF-ന്റേത് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളാണ്. അതിൽ ആകാശം ഇടിഞ്ഞു വീണാലും വെള്ളം ചേർക്കില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം UDF പ്രവേശനത്തിൽ സന്തോഷമെന്ന് വെളിപ്പെടുത്തി PV അൻവർ. പിണറായിസത്തിന്റെ തിക്താനുഭവങ്ങൾക്കിടെ കിട്ടിയ സന്തോഷ വാർത്തയാണിതെന്നും UDF നേതാക്കൾക്ക് അഭിവാദ്യങ്ങളെന്നും PV അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നേരത്തെ ഉയർത്തിയ വിഷയങ്ങൾ ശരിയെന്ന് തെളിഞ്ഞതിലുള്ള അംഗീകാരമാണ് UDF അസോസിയേറ്റ് മെമ്പർഷിപ്പ്. പിണറായിസത്തിനെതിരെയുള്ള വോട്ട് വരാൻ കിടക്കുന്നേയുള്ളെന്നും UDF 100 സീറ്റ് കടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വി ഡി സതീശന്റെ പേരുൾപ്പെടെ എടുത്തു പറഞ്ഞാണ് PV അൻവർ വാർത്താ സമ്മേളനത്തിൽ നന്ദി അറിയിച്ചത്. ഞാൻ മത്സരിക്കുക എന്നതിനേക്കാൾ UDF അധികാരത്തിൽ കയറുക എന്നതാണ് പ്രധാനം. മുന്നണി പറഞ്ഞാൽ എവിടെയും മത്സരിക്കും. നിരുപാധിക പിന്തുണയാണ് UDF-ന് നൽകുന്നത്. LDF സർക്കാർ ഹാൻഡിക്യാപ്ഡ് ആണെന്നും അൻവർ വിമർശിച്ചു. ഇടതുപക്ഷക്കാർ തന്നെ UDF-ന് വോട്ട് ചെയ്യും. മരുമോനിസത്തെയും പിണറായിസത്തെയും സഖാക്കൾ തന്നെ വോട്ടിട്ട് തോൽപ്പിക്കുമെന്നും PV അൻവർ പറഞ്ഞു.